بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم خلاصة الفقه الإسلامي അതിന്റെ 33ാമത്തെ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോകുന്നത്. തദാഖുലുൽ അഹ്ദാസ്, ഹദസുകൾ ഒന്നിലധികം വന്നു ചേരുന്നത്, മിക്സഡ് ആകുന്നത്, തദാഖുൽ. അപ്പൊ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കി ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവും. ലൗ അഹദസ വ അജ്നബ, ഒരാൾക്ക് ഹദസ് ഉണ്ടായി അഥവാ ഒന്നു മുറിഞ്ഞു, അജ്നബ വലിയ ശുദ്ധി ഉണ്ടായി, കഫ ഗുസ്ലുൽ ജനാബത്ത്, ആ ജനാബത്തിന്റെ കുളി മതിയാകും, അനിൽ വുളു, വുളുവിനും കൂടി അത് മതിയാകും, ഒറ്റ കുളി കൊണ്ട് എല്ലാം കിട്ടും. എന്നാലും ലാക്കിന്നൽ അഫ്ളല, എന്നാലും ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ജംഉ ബൈനഹുമ, രണ്ടും ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി അടുത്ത മസല, വലവിജിത്തമ അലൈഹി അസ്ബാബു വുളൂഇൻ ഫനവ അഹദഹ ഇർതഫഅത് ജമീഉൽ അസ്ബാബ്, ഒരാൾക്ക് വുളൂ നിർബന്ധമാകുന്ന കുറെ കാര്യങ്ങൾ സംഭവിച്ചു, ഒരു വുളൂ എടുത്തു, അതിന്റെ അതിൽ ഒന്ന് കരുതി, എന്നാൽ എല്ലാം കിട്ടി. വലജുജിത്തമാ, ഒരുമിച്ച് കൊണ്ടായാൽ, അലൈഹി ഒരാളുടെ മേൽ, ഈ വുളൂ എടുക്കുന്ന ആളുടെ മേൽ, അസ്ബാബു വുളൂ, വുളൂവിന്റെ കുറെ കാരണങ്ങൾ, എന്നിട്ട് ഫനവ അഹദഹ, അതിൽ ഒന്ന് കരുതി വുളൂ എടുത്തു, എന്നാൽ ഇർതഫഅത് ഉയരും, ജമീഉൽ അസ്ബാബി എല്ലാ കാരണങ്ങളും ഉയർന്നു എന്ന് പറഞ്ഞാൽ അത് മതിയാകും. ഇനി അടുത്തത് വലവിജിത്തമ അലൈഹി അസ്ബാബു ഗുസ്ലിൻ വാജിബിൻ, നിർബന്ധമായ കുളിയുടെ കുറെ കാരണങ്ങൾ ഒരാളുടെ മേൽ ഒരുമിച്ച് കൂടി, ഫനവ അഹദ, എന്നിട്ട് ഒന്ന് കരുതിയാൽ ഇർതഫഅത് ജമീഉൽ അസ്ബാബി, എല്ലാ അസ്ബാബും ഉയരും. വലവിജിത്തമ അലൈഹി, വുളു എടുക്കുന്നവന്റെ മേൽ ഒരുമിച്ചുണ്ടായാൽ, അസ്ബാബു ഗുസ്ലിൻ വാജിബിൻ, നിർബന്ധമായ കുളിയുടെ കാരണങ്ങൾ ഒരുമിച്ചുണ്ടായാൽ, സബബ് അസ്ബാബ് ബഹുവചനം, എന്നിട്ട് ഫനവ അഹദഹ, അവകളിൽ ഒന്നിനെ കരുതി കുളിച്ചു, എന്നാ ഇർതഫഅത് ഉയർന്നു, ജമീഉൽ അസ്ബാബി എല്ലാ കാരണങ്ങളും ഉയർന്നു എന്നാണ്, അത് മതിയാകും, എല്ലാറ്റിനും കൂടി ഒരു കുളി മതി. അപ്പൊ കുറെ സംഗതി മിക്സഡ് ആയി വന്നാലും ഒന്ന് മതി. ഇനി അടുത്തത് വമൻ ബിഹി ഖുബുസും വ ഹദസുൻ, വമൻ ഒരാൾ, ബിഹി ആ ഒരാളിലുണ്ട്, ഖുബുസും ഉണ്ട് ഹദസും ഉണ്ട്. എന്താ ഖുബുസും ഹദസും ഉണ്ട് എന്ന് പറഞ്ഞാൽ? ഖുബുസ് എന്ന് പറഞ്ഞാൽ മാലിന്യം, വല്ല മാലിന്യം ഒരു സ്ഥലത്തായി, അയാൾക്ക് അശുദ്ധി ഉണ്ടായി, എന്നാൽ കഫ ലഹുമ, അത് രണ്ടിനും വേണ്ടി മതിയാകും, കഫ മതി, ലഹുമ അത് രണ്ടിനും വേണ്ടി മതിയാകും, ഗസ്ലുൻ വാജിബുൻ വാഹിദുൻ, ഒരു കഴുകൽ മതിയാകും. ഇവിടെ ഒതു എടുക്കാണ്, ഇവിടെ നജസ്സും ഉണ്ടായിരുന്നു, അപ്പൊ ആ എന്ത് ചെയ്തു, ഒരു കഴുകൽ ഒന്നിച്ച് കഴുകി, അത് നജസ്സും പോയി, കുളി ഒതുവായി, രണ്ടിനും അത് മതി, ഒരു കഴുകൽ തന്നെ മതി. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? ഗസ്ലുൻ വാഹിദ് മതിയാകും, ഇൻസാലൻ നജസ്സു, നജസ് നീങ്ങിയാൽ. എന്നിട്ട് എന്തും വേണം? വകാനൽ മാ വാരിദൻ, മാ വാരിദായിരിക്കണം, അതായത് മാ വെള്ളം ഇതിന്റെ മേലെ ഇങ്ങോട്ട് ഒഴുകിയതായിരിക്കണം, വെള്ളത്തിൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടതാകരുത്. അതാണ് വെള്ളം വാരിദാകുക, വെള്ളം ഒഴുകുക, വെള്ളം വാരിദാകുകയും ചെയ്തു. എന്നിട്ട് വലം യതഗയ്യർ, ആ വെള്ളം, ഈ കഴുകിയ വെള്ളം പകർച്ചയായിട്ടുമില്ല, വലം യസിദ് വസ്നുഹു, അതിന്റെ തൂക്കം കൂടിയിട്ടുമില്ല. അപ്പോ ഈ വെള്ളത്തിലേക്ക് നജസ് പ്രത്യേകമായി വന്നത് കാണാനൊന്നുമില്ല, പക്ഷെ വെള്ളം ഇതിന്റെ മേലെ കൂടെ ഒഴുകി, അത് ശുദ്ധിയായി. അതേസമയത്ത് വെള്ളം കൂടുതലാണെങ്കിൽ, അത് വെള്ളം ഈ കഴുകിയ വെള്ളം പകർച്ചയായിട്ടുണ്ടെങ്കിൽ പോരാ. ലാക്കിൻ അസുന്നത്തു, ഇവിടെ സുന്നത്ത് എന്താണ്? മതിയെങ്കിലും സുന്നത്ത്, ലാക്കിൻ എങ്കിലും അസുന്നത്തു, സുന്നത്ത് ത്വഹാറത്തുൽ ഖുബുസി അവ്വലൻ, ആദ്യം മാലിന്യം നീക്കുക, ശുദ്ധിയാക്കുക. ത്വഹാറത്തുൽ ഹദസി, അശുദ്ധിക്ക് വേണ്ടി ശുദ്ധിയാകുക അഥവാ വദു എടുക്കുക, താനിയൻ രണ്ടാമത്. അപ്പൊ ആദ്യം വദു എടുത്ത്, ആദ്യം നജസ് നീക്കിയിട്ട് പിന്നെ വദു എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒരു ശരീരത്തിൽ അങ്ങനെ ഒരു മാലിന്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി വലവിഗുത്തസലി ജനാബത്തിൻ വനഹവി ജുമാഅത്തിൻ ബിനിയ്യതിഹിമാ ഹസ്വല, വലവിഗുത്തസല, ഒരാൾ കുളിച്ചാൽ, ലി ജനാബത്തിൻ, ജനാബത്തിന് വേണ്ടി കുളിച്ചു, വനഹവി ജുമാഅത്തിൻ, ജുമാഅ പോലുള്ള ഒരു സുന്നത്തും കൂടെ ഉണ്ട്, ബിനിയ്യതിഹിമ, രണ്ടും കരുതി കുളിച്ചു, ഹസ്വല, അത് രണ്ടും ലഭ്യമാണ്. ലാക്കിനിൽ അഫ്ളലു, ലാക്കിൻ എങ്കിലും അൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഗുസ്ലു, കുളിക്കലാണ്, ലിൽ ജനാബത്തി, ജനാബത്തിന് വേണ്ടി കുളിക്കുക, അവലൻ ആദ്യം, തുമ്മലിൽ ജുമാഅത്തി സാനിയൻ, പിന്നെ ജുമാഅക്ക് വേണ്ടി രണ്ടാമത് കുളിക്കുക. രണ്ടാമത് കുളിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്ന് മേലെ ഒഴിച്ചാൽ മതിയല്ലോ.
വലവിഗുത്തസല വലവിഗുത്തസല ഒരാൾ കുളിച്ചു ബിനിയത്തി അഹദിഹിമ രണ്ടിൽ ഒന്ന് കരുതി കുളിച്ചു. ഹസ്വലൽ മൻവിയു ഫഖത്ത് കരുതിയത് മാത്രം ലഭ്യമാണ്, കരുതിയതേ കിട്ടുള്ളൂ. വലവിജിത്ത മഅൽ ഈദു വൽ ജുമുഅത്തു വൽ ഖുതൂഫു ഒരാൾക്ക് വലിജിത്തം ഒരുമിച്ചുണ്ടായി. അൽ ഈദു പെരുന്നാളും വൽ ജുമുഅത്തു ജുമുഅയും വൽ ഖുതൂഫു ഗ്രഹണവും. വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ, അന്ന് തന്നെ ഗ്രഹണം ഉണ്ടായിരുന്നു. അപ്പൊ 3 കാരണങ്ങളായി. ഫഖത്തസലി വാഹിദിൻ മിൻഹ അതിൽ ഒന്നിനു വേണ്ടി കുളിച്ചു. ഹസ്വലൽ ജമീഉ എല്ലാം ലഭ്യമാണ്. വൽ അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠമായത് ഇഫ്രാദു കുല്ലിൻ ഓരോന്നും വേറെ വേറെ കുളിക്കുക. ബി ഗുസ്ലിൻ ഓരോന്നും വേറെ വേറെ ചെയ്യുക. ബി ഗുസ്ലിൻ കുളി കൊണ്ട് ഓരോന്നും വേറെ വേറെ ആക്കുക. അങ്ങനെ ചെയ്യലാണ് അഫ്ളൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും ഭാഗം അള്ളാഹു നമ്മുടെ ഈ ചെലവഴിക്കുന്ന സമയം നാഫിയായ ഇൽമിന്റെ ഒരു ബഹുമാനമുള്ള ഒരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൽമിനു വേണ്ടി ജീവിതത്തിൽ എപ്പോഴും ഒരു കുറഞ്ഞ സമയം മാറ്റിവെക്കാൻ, പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫിഖ്ഹ് അത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. എല്ലാ വിഷയങ്ങളും പ്രത്യേകിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഊഹം വെച്ച് കാര്യങ്ങൾ ചെയ്യാതെ അന്വേഷിച്ച് മനസ്സിലാക്കി, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരു അന്വേഷിക്കുന്ന മനോഭാവവും സ്ഥിരമായിട്ടൊരു പഠിതാവും ആയാൽ, അത് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചും കൂടിയാണെങ്കിൽ, അതിനാണല്ലോ നാഫിയ ഇൽമ് എന്ന് പറയുന്നത്. അപ്പോ പൊരുത്തം ഉദ്ദേശിച്ചും കൂടിയാണെങ്കിൽ അത് വലിയൊരു തൗഫീഖാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ധാരാളം വഴികൾ തുറന്നു തരാൻ, എപ്പോഴും നല്ലൊരു ഇൽമിന്റെ വഴിയിലുള്ള ഒരു പഠിതാവാകാനുള്ള വലിയൊരു വഴിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചെലവഴിക്കുന്ന സമയങ്ങളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് ആ ഒരു അർത്ഥത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ വ്യാപകമായ ഒരു പ്രവണതയാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം, പക്ഷെ പഠിച്ചതിന് ശേഷം മറ്റു പല വ്യവഹാരങ്ങളിലായി മുന്നോട്ട് പോകുമ്പോൾ പഠിച്ചതൊക്കെ മറന്നുപോയാലും അതുപോലെ തീരെ പഠിച്ചിട്ടില്ലെങ്കിലും അവരവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. എനിക്കങ്ങനെയാ തോന്നുന്നത്, എനിക്കങ്ങനെയാ മനസ്സിലാകുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന പ്രവണത നമ്മൾ സാധാരണക്കാരായിട്ടുള്ളവരിൽ, വലിയ വലിയ ആലിമീങ്ങളല്ലാത്ത നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നത് പലപ്പോഴായി ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇത്തരൊരു സംവിധാനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോ ഒന്നിച്ച് എപ്പോഴും ഒരു പഠിതാവായി അങ്ങനെ പോവുകയും ആ പഠനം അങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്താൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഒരാൾക്കെങ്കിലും എപ്പോഴും പകർന്നു കൊടുക്കണമെന്ന് ചിന്തിക്കുക. കാരണം അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പദവിയുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഫളിലുള്ള ഒരു അമലാണ് ഈ ഇൽമിനു വേണ്ടിയുള്ള സമയം ചെലവഴിക്കൽ. അള്ളാഹു ആ ബഹുമാനമുള്ള ഒരു സമയം ചെലവഴിക്കലായി ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.